കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധേശ്വര പ്രതിമയുമുള്ള 1200 വർഷത്തോളം പഴക്കമുള്ള ആഴിമല ശിവ ടെമ്പിളിലേക്കും അവിടെയുള്ള രാവിലത്തെ ഫിഷിംഗ് കാഴ്ചകളും അടങ്ങിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി KSRTC ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം KSRTC ഡിപ്പോയിൽ നിന്നാണ് തുടങ്ങുന്നത്. 50ഓളം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുടെ ഒരു നാടാണല്ലോ തിരുവനന്തപുരം. എല്ലാം ഒരുമിച്ച് കവർ ചെയ്യാനായില്ലെങ്കിലും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയമുള്ള ആഴിമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കുള്ള ബസ് രാവിലെ 6:20 ഡിപ്പോയുടെ അടുത്ത് തന്നെയുള്ള ഇന്ത്യൻ കോഫി ഷോപ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിലാണ് എത്തുന്നത്. ആഴിമലയ്ക്ക് കളിയിക്കാവുള്ള ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. ആ ബസ് വിഴിഞ്ഞം പൂവാർ സ്റ്റോപ്പ് വഴി പോകുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. അതെന്താണെന്ന് വെച്ചാൽ ആ റൂട്ടിലൂടെ പോകുന്ന ബസ്സുകളാണ് ആഴിമല ശിവക്ഷേത്ര സ്റ്റോപ്പ് വഴി പോകുന്നത്. KSRTC ഡിപ്പോയിൽ നിന്നും ആഴിമലയിലേക്ക് 18 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഒരാൾക്ക് 33 രൂപയാണ് ബസ് ഫെയർ ആയിട്ട് വരുന്നത്. ഈ കാണുന്ന കിഴക്കേക്കോട്ടയിൽ നിന്ന് നമുക്ക് രാവിലെ 6:25 ആഴിമലയ്ക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. പോകുന്ന വഴി ഒരുപാട് സ്ഥലത്ത് ആഴിമലയിലേക്കുള്ള ബോർഡ് കാണാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിലൂടെ വരുന്നവർക്കായാലും വഴി തെറ്റാതെ അങ്ങോട്ടെത്താം. അങ്ങനെ നമ്മൾ അടുത്ത KSRTC ഡിപ്പോയായ വിഴിഞ്ഞം KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടി നമ്മുടെ സ്റ്റോപ്പിലേക്ക് ദൂരമുണ്ട്. ഈ കാണുന്നതാണ് അദാനി വിഴിഞ്ഞം പോർട്ട്. ഇവിടുന്ന് അധിക ദൂരമില്ല നമ്മുടെ സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങാം. ഈ കാണുന്ന കവാടമാണ് നമ്മുടെ സ്റ്റോപ്പായി വരുന്നത്. ഈ കവാടത്തിൽ നിന്നും 800 മീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ ആഴിമല ടെമ്പിൾ ഉള്ളത്. ഓട്ടോയ്ക്കോ നടന്നോ പോവാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മിനിമം ചാർജേ ഓട്ടോ ചാർജ് വരുന്നുള്ളൂ. പോകുന്ന വഴിയിൽ ഒരുപാട് റിസോർട്ടുകൾ കാണാം. വിദേശികളും സ്വദേശികളുമായി ഒരുപാട് സന്ദർശകരാണ് ഇവിടെ ദിവസവും എത്തുന്നത്. ഈ കാണുന്ന KSRTC ബസ് കണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 6:25 കിഴക്കേ നടയിൽ നിന്ന് വരുന്ന ബസ്സാണിത്. 8:30 ഇതേ ബസ് റിട്ടേൺ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രം സന്ദർശിക്കാനും തൊഴാനും വരുന്നവർക്ക് ഈ വണ്ടിയിൽ സുഖമായി പോകാനാവും. ഈ കാണുന്നതാണ് ആഴിമല ശിവക്ഷേത്രം. ദ്രാവിഡ ശൈലിയും കേരളീയ ശൈലിയും ചേർന്നൊരു വാസ്തുവിദ്യയാണ് ഇവിടെ കാണാൻ കഴിയുക. പുറമതിലുള്ള ഗോപുരമെല്ലാം വർണ്ണാഭമായ ശിവപാർവതിയും വിഷ്ണുവുമൊക്കെയായി ഒട്ടുമിക്ക ദേവന്മാരുടെയും ദേവതമാരുടെയും ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നതും കാണാം. ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജ വംശകാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും ശൈവമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട്. പഞ്ചപാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നുവെന്നും ദ്രൗപദിക്ക് ദാഹിച്ചപ്പോൾ ഭീമസേനൻ കാലുമുട്ടുകൊണ്ട് പാറയിടിച്ച് ശുദ്ധജല ഉറവയുണ്ടാക്കിയെന്നുമാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇടമായിട്ട് പോലും ഇവിടെ ശുദ്ധജലം കിട്ടുന്നത് അതിനാലാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രം നടന്നു കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഭീമൻ ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെന്ന് നോക്കാം. ഇതാണ് ആ കാഴ്ച. നമ്മൾ വിചാരിച്ചതിലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാവും ഈ കാഴ്ച നേരിട്ട് കാണുമ്പോൾ. കാരണം വീഡിയോയിലും ഫോട്ടോയിലും കണ്ടതിൽ എത്രയോ മടങ്ങ് വലുതാണ് ഈ സ്റ്റാച്ചു എന്നറിയാവോ? 58 അടി ഉയരത്തിൽ പാറിപ്പറക്കുന്ന മുടിയും ശിരസിൽ ഗംഗയും കഴുത്തിൽ സർപ്പവും 4 കൈകളിലായി ത്രിശൂലവും ഡമരുവും വഹിക്കുന്ന ശാന്തഗംഭീരനായ ശിവരൂപം. സമുദ്രനിരപ്പിൽ നിന്ന് 20 അടി ഉയരത്തിലായി നിർമ്മിച്ച ഈ അമ്പരചുംബിക്ക് 3500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു ധ്യാന മണ്ഡപവും ഒരുക്കിയിരിക്കുന്നത് കാണാം. പിന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധേശ്വര ശില്പവുമായ ഈ നിർമ്മിതി ഈ നാട്ടുകാരനായ PS ദേവദത്തൻ 6 വർഷം കൊണ്ട് 2020 പണി തീർത്തത്. പിന്നെ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നവരിൽ ഭൂരിഭാഗവും വിദേശികളും മറ്റു മതസ്ഥരുമാണ്. കാരണം ഈ സ്റ്റാച്ചു കാണാനും ആഴിമല ബീച്ച് സൺസെറ്റും സൺറൈസ് കാണാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാരിന്റെ പിൽഗ്രീം ടൂറിസ്റ്റ് സർക്യൂട്ടിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആഴിമല ശിവക്ഷേത്രവും ശിവപ്രതിമയൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സന്ദർശകരുടെ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആഴിമലയുടെ ബീച്ച് സൈഡും കൂടി ഒന്ന് കാണാൻ പോവാം. അതിനായിട്ട് ഈ വഴിയാണ് പോകേണ്ടത്.
രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ ശാന്തമായ അറബിക്കടലിന്റെ പതിഞ്ഞൊഴുകുന്ന തിരമാലയൊക്കെ കണ്ട് നമ്മളിവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ബീച്ച് സൈഡാണ് അടിമലത്തുറ. ഇവിടുന്ന് നോക്കിയാൽ തൊട്ടടുത്താണെങ്കിലും റോഡ് മാർഗം ഒരു 4-5 കിലോമീറ്ററോളം ചുറ്റി വേണം അവിടെ എത്താൻ. പക്ഷെ പണ്ട് ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ നേരത്തെ കണ്ട ഭാഗത്ത് കടൽ കയറിയത് കൊണ്ടാണ് റോഡ് മാർഗം മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. നല്ല ഗ്രാമീണ ഭംഗിയുള്ള പച്ചപ്പും മൈതാനവും ഒക്കെ വഴിനീളെ കാണാം. അടിമലത്തുറ ബീച്ച് സൈഡിലേക്ക് പോകുന്ന വഴി ഒരു പള്ളി കാണാം. മറ്റു പള്ളികളുടെ പോലെ ഒരു നിർമ്മാണ രീതി അല്ലാത്തത് കൊണ്ട് ഒരു വെറൈറ്റി ഫീല് തോന്നുന്നുണ്ട്. പീഡാനുഭവ കർത്താവിന്റെ വലിയ രൂപങ്ങളും കൽവിളക്കുകളും മണ്ഡപങ്ങളും ഒക്കെയുള്ള ഒരു പള്ളി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് ഫാത്തിമ ചർച്ചാണിത്. ഈ ഒരു ഏരിയ മുഴുവനും ക്രിസ്ത്യാനികളായ മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമമാണ്. അവരാശ്രയിക്കുന്ന ഒരു പള്ളിയാണിത്. ഈ കാണുന്ന പള്ളിയുടെ മുമ്പിലായി തന്നെയാണ് അടിമലത്തുറ ബീച്ച് സൈഡ് ഉള്ളത്. എല്ലാ ദിവസവും നല്ല രീതിയിൽ ക്രൗഡ് ഉള്ള ഒരു ഏരിയ ആണിത്. യൂഷ്വലി ഈവനിങ് ആണ് സഞ്ചാരികൾ കൂടുതൽ വരുന്ന സമയം. അതിനുള്ള ഒരുപാട് എന്റർടൈൻമെന്റുകളായിട്ടുള്ള കുതിര സഫാരികളും മറ്റു ആക്ടിവിറ്റീസുകളും ഇവിടെ കാണാം. അടിമലത്തുറയിലെ ഏറ്റവും പ്രധാന അട്രാക്ഷനാണ് ഈ മത്സ്യബന്ധന ജീവിതം. നമ്മൾ രാവിലെ ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വഞ്ചികളിൽ കടലിൽ ഇറങ്ങി മീൻ പിടിക്കുന്നതും വല കൂട്ടമായി വലിച്ചു കയറ്റുന്നതും കാണാനായി. ഒത്തൊരുമയോടെ ലളിതമായി ആസ്വദിച്ച് മത്സ്യബന്ധനം നടത്തുന്നതാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ. അതുമാത്രമല്ല, അടിമലത്തുറ ബീച്ച് ഒരുപാട് സിനിമകൾക്കും വേദിയായിട്ടുണ്ട്. മോഹൻലാലിന്റെ മഹാസമുദ്രം എന്ന ഫിലിമിന്റെ ഭൂരിഭാഗ ലൊക്കേഷനും ഈ ബീച്ചിൽ നിന്നായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാലും ആഴിമല ശിവപ്രതിമ മറ്റൊരു വ്യൂവിൽ കാണാനാവും. അടിമലത്തുറയുടെയും ആഴിമല ശിവപ്രതിമയുടെയും ഒക്കെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.